എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 35-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ മഹാദേവിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 35. മനസ്ത്വം വ്യോമത്വം മരുദസി മരു സാരഥീരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം ന ഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷ ചിദാനന്ദകാരം ശിവയുവതിഭാവേന ബർഹുഷേ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുൽ സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം ന ഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷ ചിദാനന്ദാകാരം ശിവയുവതിഭാവേന ബിഭൃഷേ. അല്ലയോ ചിച്ഛക്തിരൂപിണിയായ മഹാദേവി, മനസ്സ് നിന്തിരുവടിയാകുന്നു. ഇനി പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദേവി തന്നെയാണ് മനസ്സ്. അല്ലയോ ചിച്ഛക്തിരൂപിണിയായ, അല്ലയോ ദേവി, അല്ലയോ മഹാദേവി, മനസ്സ് നിന്തിരുവടിയാകുന്നു. ആകാശവും നിന്തിരുവടി തന്നെ, വായുവും നിന്തിരുവടിയാണ്, അഗ്നിയും നിന്തിരുവടിയാകുന്നു, ജലവും നിന്തിരുവടി തന്നെ. നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവി. ഭൂമിയും നിന്തിരുവടി തന്നെ. നിന്തിരുവടി പരിണതയായി ഭവിക്കും. വിഷയത്തിൽ നിന്തിരുവടിയിൽ നിന്നും വേറായ ഒരു വസ്തുവില്ല. നിന്തിരുവടി തന്നെ. നിന്തിരുവടി നിന്തിരുവടി എന്നുള്ള പല പ്രാവശ്യം പറയും ദേവിയെയാണ്. ദേവി തന്നെ സ്വസ്വരൂപത്തെ പ്രപഞ്ചാകാരമായി പരിണമിക്കാനായിക്കൊണ്ട് പരമശിവൻ്റെയും രൂപത്തെ ധരിക്കുന്നു. ദേവിയുടെയും പരമശിവൻ്റെയും രൂപത്തെയും ധരിക്കുന്നു. അല്ലെങ്കിൽ ചിച്ഛക്തി രൂപേണ ബ്രഹ്മസ്വരൂപത്തെ ധരിക്കുന്നു. അല്ലയോ കുണ്ടലിനി ശക്തി രൂപിണിയായ ദേവി, നിന്തിരുവടി ആജ്ഞാചക്രത്തിലുള്ള മനസ്തത്വമായും വിശുദ്ധിചക്രത്തിലുള്ള ആകാശതത്വമായും അനാഹതമെന്ന വായുതത്വമായും മരുദസി എന്ന് വെച്ചാൽ അനാഹതത്തിലുള്ള വായുതത്വമായും അനാഹതമെന്ന ചക്രത്തിലുള്ള വായുതത്വമായും സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള അഗ്നിതത്വമായും മണിപൂര ചക്രത്തിലുള്ള ജലതത്വമായും മൂലാധാര ചക്രത്തിലുള്ള ഭൂമിതത്വമായും പരിണമിച്ച് കാര്യരൂപമായ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ അവലംബിക്കുമ്പോൾ കാരണരൂപമായ നിന്തിരുവടിയും കാര്യരൂപമായ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടു പോകുന്നത് കൊണ്ട് നിന്തിരുവടിയുടെ ദേവിയുടെ പരിണാമം മായാപ്രപഞ്ചത്തിൽ നിന്നും വേറായി ഒരു വസ്തുവില്ല. അല്ലെങ്കിൽ പരിണാമരൂപമായ പ്രപഞ്ചവും കാരണരൂപിയായ ദേവിയിൽ ഉൾപ്പെട്ടു പോകുന്നത് കൊണ്ട് ദേവിയിൽ നിന്നും വേറായി ഒരു വസ്തുവുമില്ല. ദേവി തന്നെ സ്വസ്വരൂപത്തെ പ്രപഞ്ചരൂപമായി പരിണമിക്കുന്നതിനായി ബ്രഹ്മസ്വരൂപമായ ശിവതത്വത്തെ സദാശിവൻ്റെ പത്നിയായി ഭരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം ദേവി തന്നെയാണ്. ഇവിടെ എല്ലാം എന്താ പറയുന്നത്? വായുതത്വമായും മനസ്തത്വം ദേവിയാകുന്നു, വിശുദ്ധി ചക്രത്തിരിക്കുന്ന ആകാശതത്വം ദേവിയാകുന്നു, വായുതത്വം ദേവിയാകുന്നു, അഗ്നിതത്വവും ദേവിയാകുന്നു, ജലതത്വവും ദേവിയാകുന്നു, പൃഥ്വിതത്വവും ദേവിയാകുന്നു. എന്നുവെച്ചാൽ ആജ്ഞാചക്രത്തിലിരിക്കുന്ന മനസ്തത്വം ദേവിയാകുന്നു, വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ആകാശതത്വം ദേവിയാകുന്നു, അനാഹത ചക്രത്തിലുള്ള വായുതത്വം ദേവിയാകുന്നു, സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള അഗ്നി തത്വം ദേവിയാകുന്നു, മണിപൂരത്തിൽ ജലതത്വവും ദേവിയാകുന്നു, മൂലാധാരത്തിൽ പൃഥ്വിതത്വവും ദേവിയാകുന്നു. അപ്പം ഇങ്ങനെ ദേവി മേൽപ്രകാരം തത്വതാതാത്മ്യ രൂപേണ പരിണമിച്ചവളായി ഭവിക്കും. വിഷയത്തിൽ നിന്തിരുവടിയിൽ നിന്നും വേറായൊരു വസ്തുവില്ല. അപ്പം എന്താണ്? ദേവി തന്നെ പ്രപഞ്ചാകാരമായി ആനന്ദ ഭൈരവി രൂപത്തെ, അതായത് ശിവഭക്തി ഭാവേന ഭരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്താ പറഞ്ഞേ? ശിവശക്തി ഐക്യ രൂപേണയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ടോ
അതെല്ലാം ദേവിയാണ്. മനസ്സ് ദേവിയാണ്, ആകാശം ദേവിയാണ്, വായു ദേവിയാണ്, അഗ്നി ദേവിയാണ്, ജലം ദേവിയാണ്, ഭൂമി ദേവിയാണ്. എല്ലാത്തിലും ദേവി തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള എന്താ പറഞ്ഞ് ആ സദാനന്ദ സ്വരൂപം, ആ സദാനന്ദനും അതുപോലെ എന്താ പറഞ്ഞ് സദാനന്ദ സ്വരൂപവും ദേവിയും ദേവനും തമ്മിലുള്ള ആ പരാശക്തി, പരമാത്മാവും പരാശക്തിയും കൂടെ ചേർന്നതാണ് ഈ പ്രപഞ്ചരൂപം. അപ്പം ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാം ദേവി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറായി ഒന്നുമില്ല. അപ്പം ദേവിയുടെ പരിണാമമായ മായാപ്രപഞ്ചത്തിൽ നിന്നും വേറായി ഒരു വസ്തുവുമില്ല. അല്ലെങ്കിൽ പരിണാമരൂപമായ പ്രപഞ്ചവും കാരണരൂപിയായ ദേവിയിൽ ഉൾപ്പെട്ടു പോകുന്നത് കൊണ്ട് ദേവിയിൽ നിന്നും വേറായി ഒരു വസ്തുവുമില്ല. അപ്പം ദേവി തന്നെ സ്വസ്വരൂപത്തെ പ്രപഞ്ചരൂപമായി പരിണമിപ്പിക്കുന്നു. അതിനായി ബ്രഹ്മസ്വരൂപമായ ശിവതത്വത്തെ സദാശിവൻ്റെ പത്നിയായി ഭരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അപ്പം മൂലപ്രകൃതി തന്നെ ജഗത്കാരണവും ജഗത് രൂപവുമായതുകൊണ്ട് പരാശക്തിക്ക് ശേഷത്വമില്ലെന്ന് സാരം. അപ്പം എല്ലാ ചിച്ചക്തി പരിണാമമാണ്. ദേവി എന്ന് പറയുന്നത് ചിച്ചക്തിയാണ്. അപ്പം ഈ ചിച്ചക്തി രൂപിണിയായ മഹാദേവി ദേവി ശിവനും ദേവിയും ശിവശക്തി ഐക്യം, ശിവശക്തി രൂപേണ ആണ് എല്ലാവർക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും വേറെ എന്ന് പറയുന്നതില്ല. എല്ലാം ദേവി തന്നെയാണ്. ആനന്ദഭൈരവനും ആനന്ദഭൈരവിയും ദേവി തന്നെയാണ്. ആനന്ദഭൈരവനാണ് ദേവൻ, ആനന്ദഭൈരവി ദേവി. അപ്പോൾ രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഈ പരമാനന്ദം എന്ന് പറയുന്നത്. പരമാനന്ദം എന്ന് പറയുന്നതാണ് ശിവശക്തി ഐക്യമാണ്. ശിവശക്തി ഐക്യത്തിൻ്റെ ശിവശക്തി മേളനമാണ് എന്ത് പറയുന്നത്, പരമാനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദത്തെ ആസ്വദിക്കാനായി, ആ ആനന്ദത്തിനെ രസിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് നമുക്ക് വേണ്ടത് ചിന്താമണി രത്ന സമൂഹത്തിലുണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട് എന്ത് വേണം? നമ്മൾ ദേവിയുടെ മന്ത്രത്തെ ജപിക്കണം. ഏത് മന്ത്രത്തെ ജപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നമ്മൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ത്രിപുരസുന്ദരി മന്ത്രമാകുന്നു. ആ ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് പരാശക്തിയുടെയും പരമാത്മാവിൻ്റെയും ഐക്യം, അല്ലെങ്കിൽ അതിൻ്റെ ആ സമഭാവന, നമുക്ക് അതിൻ്റെ ആ മേളനം, ശിവശക്തി മേളനം കൊണ്ട് നമുക്ക് പരമാനന്ദം ലഭിക്കുന്നു, മോക്ഷം ലഭിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ദേവിയെ, അമ്മയെ, മഹാമായെ, ചിച്ചക്തി സ്വരൂപിണിയായ ദേവി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ശരീരത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഇനിയും പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സും പഞ്ചഭൂതവും എല്ലാം ദേവി തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ദേവിയെ നമുക്കും ആരാധിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.